എല്ലാവർക്കും കേശവൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളിതാ ഒരു യാത്ര പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം ഞായറാഴ്ച രാവിലെ കാപ്പി പോലും കുടിച്ചില്ല. അങ്ങനെ ഇന്ന് കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് എഴുന്നേറ്റത്. ഇങ്ങനെ ഒരു പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഒന്ന് കിടന്ന് ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഒന്നാമത്തെ കാര്യം ഉറക്കമില്ല. എത്ര ദിവസത്തെ ഉറക്കം ഉണ്ടെന്നറിയാമോ? അതൊക്കെ ഒന്ന് ഉറങ്ങി തീർത്തൊന്ന് ഫ്രഷ് ആവണമല്ലോ. സത്യം പറഞ്ഞാൽ ഒരു ലെവലില്ലാത്ത രീതിയിലൊക്കെ ആയിപ്പോയി ഉറക്കം കിടന്നേ. അങ്ങനെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി റെഡി ആയിട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ കാർ ഇവിടെ നിന്ന് ഇറക്കണം നമുക്ക് ഭയങ്കര ഒരു ടാസ്ക്കാണ്. അതുമല്ല കാർ എടുത്തപ്പോഴേക്ക് ഫുൾ പൊടിയായിരുന്നു. കാർ ഇങ്ങനെ നമ്മൾ സർവീസ് കൊണ്ടിടണം അത് മാത്രം ഓർമ്മയുണ്ട്. നല്ല പൊടിയുണ്ട്. നമ്മളതിങ്ങനെ സിമൻറ്റ് റോഡല്ലേ, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര പൊടിയാണ് കേട്ടോ കാറായിരുന്നാലും. ആറ്റുകാൽ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. ആറ്റുകാൽ പോകണം, പഴവങ്ങാടിയിൽ പോകണം. അന്ന് പഴവങ്ങാടിയിൽ പോയി തേങ്ങ അടിക്കാൻ പോയിട്ട് നടന്നില്ല. പിന്നെ ആറ്റുകാൽ അമ്പലത്തിലായിരുന്നാലും വീണ നീ ഇത് ഈ കോവിലിപ്പോ ഇങ്ങനെ കാണിച്ചതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിലും വീണ്. ആറ്റുകാൽ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ വിചാരിച്ച് ഇന്ന് പോവാന്ന്. അങ്ങനെ പോവാനായിട്ട് ഇറങ്ങണതാണ്. ഇപ്പൊ തന്നെ സമയം 9 മണിയായി. അവിടെ ഉച്ചയായിട്ട് ആറ്റുകാൽ അമ്പലം 12 മണി വരെ ഉണ്ട്, പഴവങ്ങാടി 10:45 വരെ ഉണ്ട്. ഇനി പോയാലും മതി. എവിടാ താക്കോൽ എന്തിനാ? ഇതുപോലെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം നമ്മൾ ഒരുങ്ങിക്കെട്ടി പോയതാണ് കേട്ടോ. നന്നും ഇതുപോലെയൊക്കെ ആയിരുന്നു. ഗണപതിയം കോവിലിൽ പോയിട്ട് പഴവങ്ങാടി പോയിട്ട് തേങ്ങ അടിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അന്ന് ആറ്റുകാൽ പോകണമെന്നുള്ള ഒരു ചിന്തയും ഇല്ലായിരുന്നു. കാരണം ആറ്റുകാൽ എന്നുള്ളത് നമുക്ക് അന്നൊരു വിദൂര സ്വപ്നമായിരുന്നു. ആ ഏരിയയിൽ അടുക്കാൻ പറ്റൂല. അങ്ങനെ ഈ പറയും പോലെ നമുക്കിവിടെ പനേരമൂട്ടിലെ ഉത്സവം, അതുപോലെ കട ഉദ്ഘാടനം, അതൊക്കെ കൊണ്ട് തന്നെ അവിടെ പാട്ട് തുടങ്ങിയിട്ട് പോലും ആറ്റുകാൽ പോകാൻ പറ്റിയില്ല കേട്ടോ. അല്ലെങ്കിലും നമ്മൾ ഈ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആറ്റുകാൽ പോകണം എന്ന് മനസ്സിലുണ്ടെങ്കിലും പോവാതിരിക്കുന്നതാണ് നല്ലത്. ഒരു രക്ഷയും കാണൂല. അമ്മയെ കണ്ട് തൊഴാനേ പറ്റൂല. അപ്പോൾ അങ്ങനെ ഈ ഉത്സവം കൊടിയേറണ സമയത്ത് അധികം നമ്മൾ അങ്ങോട്ട് പോവാറുമില്ല, പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ വിചാരിക്കും, നമ്മളെന്നല്ല എനിക്ക് പോകണം ഞാൻ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും പോവും. എൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ പോവും കേട്ടോ. എല്ലാം അവിടെ പാട്ട് തുടങ്ങിയാൽ അവരവിടെ പോയിരിക്കും. അവരൊക്കെ അകത്ത് കയറാൻ പറ്റില്ല, അവർ വെളിയിൽ എന്തെങ്കിലും തൊഴുതിട്ട് വരും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ ആ ചുറ്റുമുള്ള ആൾക്കാർ പോണത് കാണുമ്പോൾ നമുക്കൊരു ഇളക്കം വരുമല്ലോ. അയ്യോ നമ്മൾ മാത്രം പോയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സീനായിരിക്കും. അപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യം എന്തെന്നറിയാമോ? നമുക്ക് എപ്പോൾ പോയാലും ആറ്റുകാൽ അമ്മയെ കാണാൻ പറ്റും. നമുക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് അമ്മയുണ്ട്. പക്ഷെ ദൂരെ നിന്ന് വരണവർക്ക് ഈ ഉത്സവ സമയത്തായിരിക്കും അവർ വരാനുള്ള, അല്ലെങ്കിൽ അവർക്ക് വരാനായിട്ട് പറ്റണത്. അപ്പോൾ അവർ വന്ന് കണ്ടിട്ട് പോകട്ടെ. നമ്മൾ ഈ അടുത്ത് കിടക്കണവർ അപ്പോഴും നമ്മളെ പോകണമെന്ന് പറഞ്ഞ് കിടന്ന് ചുറ്റി പിടിക്കണം എന്തിനെന്നൊക്കെയാണ് ചേട്ടൻ്റെ പോളിസി. ഇത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടങ്ങ് വിറങ്ങലിച്ച് വരും കേട്ടോ. അതൊന്നും കേട്ട അങ്ങനെ പിന്തിരിയണവളല്ല ഞാൻ. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പോകാൻ പറ്റൂല. നമ്മൾ പോകാറുമില്ല. ഒരിക്കൽ ഈ പാട്ട് തുടങ്ങിയതിന് ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഞാൻ പോയിട്ടുള്ളത്. അനന്തക്കുട്ടൻ അവിടെ ഓട്ടം നിർത്തിയായിരുന്നു. ആ സമയത്താണ് 2 ദിവസം അവിടെ അമ്പലത്തിൽ പോയത്. അല്ലാതെ പാട്ട് തുടങ്ങിയാൽ പോവാറേയില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് രാത്രി എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് പോകും. എന്ന് വെച്ചാൽ നല്ല രസമല്ലോ ഇത്രയും ആൾക്കാർ വന്ന് ഇറങ്ങണത്, നമ്മളെ സ്ഥലം ഇത്രയും ഭയങ്കര ഇതൊക്കെ ആവണതൊന്ന് കാണണമല്ലോ, അതിന് വേണ്ടി പോവും. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പോയില്ല തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കുറവും കൂടെ നികത്താൻ വേണ്ടിയാണ് ഈ പോക്ക്. നമ്മളൊരു 8:30 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പഴവങ്ങാടി 10:45 11 മണി വരെ ഉണ്ട് കേട്ടോ. പഴവങ്ങാടി ആ സമയം കഴിഞ്ഞിട്ട് അവിടെ നട അടയ്ക്കുള്ളൂ. പിന്നെ ആറ്റുകാൽ അമ്പലമാണെങ്കിൽ 12 മണി വരെ ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയം നമുക്കുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പോണ വഴിക്ക് നമ്മൾ ആക്കുളം പാലത്തിൻ്റെ റീടാറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ വക ആയതുകൊണ്ട് അവർ കറക്റ്റ് സമയത്ത് അതെല്ലാം ചെയ്യണുണ്ട്. അപ്പോൾ കുറേ ദിവസമായി റീടാറിങ്ങൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ആക്കുളം പാലം തുറന്നു വന്ന സമയത്തെ നമ്മൾ വീട്ടിൽ നിന്ന് നടന്നാണ് വന്നത് കേട്ടോ കാണാനായിട്ട്. അന്ന് നായനാരോ ആരോ ആയിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി ആരായിരുന്നു, അന്തുൽക്കാടൻ അങ്ങനെ ആരോ ആയിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും അച്ഛനും അപ്പുറത്ത് സുനിത ചേച്ചി നമ്മളെല്ലാവരും കൂടെ നടന്ന് വന്ന് ഈ പാലം കാണാനായിട്ട് അന്ന് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. വലിയ പാലം വരണം, എത്ര എനിക്ക് അറിഞ്ഞൂടെ, 3 കിലോമീറ്റർ അങ്ങനെ എന്തൊരു നീളമൊക്കെ ഉണ്ട് ആ പാലത്തിന്. അപ്പോൾ
അതിപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് യാതൊരു മാറ്റമില്ല. ആ പാലമൊക്കെ എന്ത് സംഭവമായാലും അങ്ങനെയാണല്ലോ, തുടക്കത്തിലുള്ള മാറ്റം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴില്ലല്ലോ. അങ്ങനെ നമ്മൾ വന്ന് പഴവങ്ങാടിയാണല്ലോ നമ്മൾ ആദ്യത്തെ ലക്ഷ്യം. അപ്പം നമ്മൾ രാമചന്ദ്രൻ്റെ കുറേ ഇപ്പുറത്ത് കൊണ്ട് കാറിട്ടിട്ട് പിന്നെ നമുക്ക് നടന്നു പോകണം. ഈ കാറ് കൊണ്ടുപോകാനുള്ള തൊല്ല ഇതാണല്ലോ, നമ്മൾ ഏത് സ്ഥലത്തും നമുക്ക് കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താം എന്ന് വിചാരിക്കേണ്ട, എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് നടന്നു പോകണം. അങ്ങനെ നമ്മളിതാ അവിടെ എത്തി. നല്ല തിരക്കായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടെ അല്ലേ, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ അമ്പലങ്ങളിൽ അറിയാമല്ലോ, നമുക്ക് അകത്ത് കയറി വീഡിയോ എടുക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് പഴവങ്ങാടിയിൽ നമ്മൾ അകത്ത് കയറിയതിന് ശേഷം വീഡിയോസ് ഒന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ ഉടച്ച്, സത്യം പറഞ്ഞ് എനിക്ക് എന്തോ ഭയങ്കര സങ്കടം, അങ്ങനെ ഒരു ഭയങ്കര സങ്കടമെന്ന് എന്ത് പറയട്ടെ, എനിക്ക് കരച്ചിൽ വന്ന് അമ്പലത്തിൽ കയറിയപ്പോഴേ. എന്ന് വെച്ചാൽ എന്തുമാത്രം ആൾക്കാർ വന്ന് ഈ തേങ്ങ ഉടയ്ക്കണത് കാണുമ്പോഴേ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ആണല്ലേ അവരെയും ഉടച്ച് കളയണത്. 101 തേങ്ങ, 51 തേങ്ങ, അങ്ങനെ ഈ തേങ്ങ ഉടയ്ക്കണ സൗണ്ടും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും അവിടെ തേങ്ങ ഉടയ്ക്കാത്ത ഒരു നിമിഷം ആ പഴവങ്ങാടി അമ്പലത്തിനകത്തില്ല, എപ്പോഴും ഇങ്ങനെ തേങ്ങ ഉടച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളും അങ്ങനെ തേങ്ങ ഉടച്ചിട്ട് ഇനി കേശുവിൻ്റെ ദേഷ്യമാണ്. കേശു ദേഷ്യത്തിലാണ് നടന്നു വരണം, ഭയങ്കര മടിയാണ് നടക്കാനായിട്ട്. ഞാൻ മൈൻഡ് ചെയ്യൂല, കുറേയൊക്കെ നടക്കും, കുറേ എടുത്തുകൊണ്ട് നടക്കും. സത്യം പറഞ്ഞ് ഭയങ്കര പാടാണ്. ഇപ്പോൾ മോൻ വളർന്നില്ല എടുത്തുകൊണ്ട് നടക്കാനായിട്ട്. എന്നെക്കൊണ്ടാണെങ്കിൽ ഒരടി നടക്കാൻ പറ്റൂല എടുത്തുകൊണ്ട്. ചേട്ടൻ ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കും. നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ദേഷ്യമാണ്. പിന്നെ എൻ്റെ ഭയങ്കര സ്വപ്നമാണ് ഈ രാമചന്ദ്രൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ കാറിൽ പോകണമെന്നുള്ളത്. അതൊക്കെ നമുക്ക് എന്ത് പറയാനായിട്ട് നമ്മളെ സ്വപ്നം മാത്രമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും തിരക്ക്, ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന സ്ഥലമല്ലേ. അപ്പം നമ്മൾ വന്ന് പത്മതീർത്ഥ കുളത്തിൻ്റെ കരയെത്തി. അവിടെ കുളത്തിൻ്റെ കരയുള്ള ഹനുമാൻ ക്ഷേത്രമാണേ അത്. പിന്നെ നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പത്മതീർത്ഥക്കുളവും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെയാണ് ഇത്. കുറേ വർഷമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടും നമ്മൾ ഈ നിധിയൊക്കെ കിട്ടിയില്ലേ, അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല കേട്ടോ. നിധി കിട്ടിയതുകൊണ്ടല്ല, മുന്നേ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുപോലെയാണ്. ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യമൊക്കെ ആയതുകൊണ്ട് എന്തോ മനസ്സിനൊരു മടിയാണ്. ഇതും ഈ പറഞ്ഞതുപോലെ എവിടെയെല്ലാം കിടക്കുന്ന ആൾക്കാരാണ് വരുന്നത്. നമ്മളിങ്ങനെ പത്മനാഭൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതല്ലാണ്ട് കേശു കയറിയിട്ടേ ഇല്ല ഇതുവരെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കേശു കയറിയിട്ടില്ല. അങ്ങനെ നമ്മൾ പോയപ്പോൾ അവിടെ പൈങ്കുനി ഉത്സവമാണെന്ന് തോന്നണം. അവിടെ മറ്റേ പഞ്ചപാണ്ഡവരെ കെട്ടി വെച്ചിരിക്കുമല്ലോ, അതിലൊരാളെ ഞാനിങ്ങനെ കണ്ടു. ഞാൻ ചേട്ടാ നമുക്ക് ഇറങ്ങി വന്ന ആ പാണ്ഡവരെ കെട്ടി വെച്ചിരിക്കുന്നത് കേശുവിന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയിട്ട്, ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് നിനക്കിന്നെ അത് പോയി കണ്ടാലേ പറ്റുള്ളൂ, കേശുവിൻ്റെ പേരിൽ നിനക്ക് കാണാൻ വേണ്ടിയില്ലേ, നിനക്ക് വീഡിയോയ്ക്ക് വേണ്ടിയല്ലേ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ ആറ്റുകാൽ എത്തണത് വരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കിയാണ് കേട്ടാ പോയത്. എന്ന് വെച്ചാൽ ഞാനും ചേട്ടനും 2 ധ്രുവങ്ങളിലാണെന്ന് പറയാം. ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭയങ്കര ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പോണത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. നമുക്കൊന്ന് സമാധാനമായിട്ട് പോകണം, സമാധാനമായിട്ട് തൊഴണം. ഈ തിരക്കിൻ്റെ ഇടയിൽ അങ്ങനെ പോകാൻ പറ്റൂല എന്നൊക്കെയാണ് ചേട്ടൻ്റെ ചിന്താഗതി. എന്നാൽ ഞാനും കേശുവും നേരെ മറിച്ചാണ്. നമുക്കിങ്ങനെ ആൾക്കൂട്ടവും ഉത്സവവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവസാനം ആറ്റുകാലെത്താറായപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി ഞാൻ അങ്ങോട്ട് ഉടക്കാൻ നിന്നാൽ പ്രശ്നം രൂക്ഷമാവും. അതുകൊണ്ട് മൗനം വിദ്വാന ഭൂഷണം എന്നുള്ള രീതിയിൽ ഞാൻ മിണ്ടാതെ ഇരുന്ന്. അങ്ങനെ ഞങ്ങളിത് ആറ്റുകാല അമ്പലത്തിൽ എത്താറായി കേട്ടോ. കുറേ നാളെ ഇതുപോലെ കഴിഞ്ഞ വർഷവും ഞാൻ വന്നില്ല ആറ്റുകാൽ അമ്പലത്തിൽ, അതിൻ്റെ അങ്ങേനും വന്നില്ല. അപ്പോൾ ആറ്റുകാൽ വന്നിട്ടും കുറച്ചധികം നാളായി. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് വഴിയല്ല കേട്ടോ കയറിയത്, സൈഡിലുള്ള വഴി. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ്റെ സ്ഥലമാണല്ലോ, കൊഞ്ചിറവിളയാണ് ചേട്ടൻ ജനിച്ച് വളർന്ന സ്ഥലം. അപ്പോൾ എനിക്ക് ഇവിടുത്തെ റൂട്ടുകളൊന്നും വലിയ പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പുറകുവശത്ത് എവിടെയോ പാർക്കിങ്ങിനുള്ള സ്ഥലമുണ്ട്. ചെന്നപ്പോഴേക്കും എൻ്റെ പൊന്നെ, വണ്ടി കണ്ടപ്പോൾ തന്നെ ഒരു ഉത്സവത്തിനുള്ള ആളും പേരും നമുക്കറിയാമല്ലോ ആ വണ്ടികൾ അത്രയ്ക്ക് ബഹളമായിരുന്നു, വണ്ടികൾ അത്രയും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ഒരു കിട്ടിയ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഇതെവിടേക്ക് വന്ന് കാണുമ്പോഴാണ് ഈശ്വര, ഇവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വണ്ടി പിടിച്ച് വരണത് അമ്മയെ കാണാനായിട്ട്. നമുക്കിതായി ഓടിച്ചെല്ലാൻ പറ്റും, എന്നിട്ട് പോലും നമ്മൾ പോകണില്ല എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് ആലോചിക്കുന്നത്. എല്ലാവരും അങ്ങനെയാണല്ലോ, തൊട്ടടുത്തുള്ളടുത്ത് പോകാൻ ഭയങ്കര മടിയായിരിക്കും. നമ്മൾ ദൂരോട്ടുള്ളടുത്ത് മാത്രമേ പോവുള്ളൂ. അങ്ങനെ അച്ഛനും മോനും കൂടെ അങ്ങനെ ഇപ്പം ഞങ്ങൾ തമ്മിൽ പിണക്കമാണ് കേട്ടോ, ഞാനും ചേട്ടനും തമ്മിൽ പിന്നെ മിണ്ടില്ല. അങ്ങനെ അവരച്ഛനും മോനും കൂടെ ഫ്രണ്ടിൽ പോയി, ഞാൻ ബാക്കിൽ നിന്ന് പോവേണം. അപ്പോഴേക്ക് ചെന്ന് കയറിയപ്പോഴേ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ എൻ്റെ പൊന്നെ, ഉത്സവത്തിനുള്ള ആളുണ്ട്. ഇത് നാരങ്ങ വിളക്ക് കത്തിക്കുകയാണേ. നാരങ്ങ വിളക്ക് കത്തിക്കണം എന്നെനിക്ക് മനസ്സിലുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് ഇനി അടുത്ത് വരുമ്പോൾ കത്തിക്കാമെന്ന്. അങ്ങനെ നമ്മൾ പോയപ്പോൾ ഈ ഒരു ഫാന് കണ്ട, അയ്യോ കേശു കാണിച്ചപ്പോഴാണ് ഞാൻ കണ്ടത്. എൻ്റെ പൊന്നോ 2 ഫാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ അത്ര ചെറുതായിട്ടേ കറങ്ങണോളെ. എന്നിട്ട് എന്ത് കാറ്റെന്നറിയാമോ,
ക്യൂ കണ്ട അമ്പലത്തിൽ കയറാനുള്ള ക്യൂ ആണ്. അങ്ങനെ കുറേ സമയം നിന്നിട്ട് ഇതും ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ, അമ്പലത്തിനകത്ത് കയറി വീഡിയോ എടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം നമ്മളത് ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ പൊങ്കാലയുടെ തിരുശേഷിപ്പുകളായിരിക്കും ആ കാണുന്നത്. കുറേ കലങ്ങൾ അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ ആദ്യം ആ ക്യൂ കണ്ടിട്ട് നമ്മൾ ആദ്യം അകത്ത് കയറി അല്ലാതെ ഒന്ന് തൊഴാൻ നോക്കി. ഒരു രക്ഷയുമില്ല. തിരിച്ചിറങ്ങിയപ്പോൾ കേശുവിന് ഭയങ്കര ദാഹം. വെള്ളം വാങ്ങാൻ വേണ്ടി അവിടെ ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയപ്പോഴേക്ക് കടക്കാരനെ കാണാനില്ല. കുറച്ച് സമയം നിന്നിട്ട് വീണ്ടും നടന്നു. കേശുവിൻ്റെ മോന്ത ഒരു കുട്ടയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്യൂവിലോട്ട് കയറിയത്. ക്യൂവിൽ നിന്നപ്പോൾ പിന്നെ നമ്മൾ പിണക്കമൊക്കെ മാറിയിട്ടെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങ് സംസാരിച്ച് തുടങ്ങി. അങ്ങനെ ക്യൂവിൽ നിൽക്കാനായിട്ട് അപ്പോഴും ക്യൂവിൽ നിന്നില്ല. വീണ്ടും അപ്പോഴും ക്യൂവിൽ നിന്ന് നമ്മൾ കയറി അമ്പലത്തിൽ കയറി അമ്മയെ നിറയെ കണ്ട് തൊഴുത്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് ഇറങ്ങിയ സമയത്ത് ക്യൂ തന്നെയായിരുന്നു. പക്ഷേ ഇത്രയും ക്യൂ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്യൂ നീങ്ങുക തന്നെ. പിന്നെ ഏകദേശം അമ്പലം അടയ്ക്കാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി കേശുവിന് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് പോയി ഉണ്ണിയപ്പം വാങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു സ്ഥലത്ത് വെടിവഴിപാട് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത് അമ്മയുടെ സാരികൾ ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സ്ഥലത്ത് നാരങ്ങ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അമ്പലത്തിൽ നിവേദ്യ സമയം എന്തോ ആയി. പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആ പിള്ളേരെ നേരത്തെ ഇരുത്തിയിട്ട് ചോറൂണ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്തു പറയാനായിട്ട് ബഹുവിശേഷം എന്ന് പറയും പോലെ ഭയങ്കര ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസവും അല്ല, ഞായറാഴ്ച എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. പക്ഷേ ഒടുക്കത്തെ തിരക്കെന്ന് വെച്ചാൽ ഒടുക്കത്തെ തിരക്ക്. നമ്മൾ ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ വന്നാൽ ഇത്രയും തിരക്ക് കാണൂല. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഉടക്കിയൊക്കെ ഇരിക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനും കേശു ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മ അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യും. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അമ്മയ്ക്ക് അറിഞ്ഞൂടാ. നമുക്ക് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് മിണ്ടിയെങ്കിലും അങ്ങ് താന്ന് കൊടുത്ത് ഇനി ഞാനൊന്നും പറയാൻ പോണില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളിരിക്കുകയാണേ. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഫുഡ് കഴിക്കണം. രാവിലെ കാപ്പി കുടിച്ചില്ല. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്ക് 11:30 മണിയായി കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം ഒരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നട അടയ്ക്കും. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ചേട്ടനും കേശവും മുണ്ട് ഉടുക്കണം, ഞാൻ സാരി ഉടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ പിന്നെ മുണ്ടൊക്കെ ഉടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുമല്ല ഗണപതി കോവിലിലും അങ്ങനെ തന്നെ, നമുക്ക് ശ്രീകോവിലിനകത്ത് കയറാൻ പറ്റും. ഇവർ മുണ്ടെടുത്തുകൊണ്ടേ. പിന്നെ അവിടെ വേറൊരു കാര്യമുള്ള, ശ്രീകോവിലിനകം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, ബാക്കി നമുക്ക് ഇവിടെ നിന്ന് നന്നായിട്ട് തൊഴാൻ പറ്റും. അങ്ങനെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യും, ഷാപ്പിൽ പോവാമെന്ന്. അപ്പോൾ ഇത് കണ്ടും കൊണ്ട് അയ്യോ എന്നെ കുറേ പേര് കളിയാക്കാറുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ സാധാരണ കുടുംബജീവിതമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിളക്ക് കത്തിക്കലും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ച് നമ്മൾ പൊങ്കാല ഇടാൻ പോവും, അമ്പലത്തിൽ പോവും, എല്ലാം ശരി തന്നെ. പക്ഷേ നമ്മൾ ഇറച്ചി മീനും കൂട്ടൂലെന്നോ അങ്ങനെയുള്ളവരൊന്നും അല്ല. നമ്മൾ ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും, നമ്മളെല്ലാം ശരി തന്നെ. അതുകൊണ്ട് നമുക്ക് ഭക്തി ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ രാവിലെ വിളക്ക് കത്തിച്ചാൽ ആ വീട്ടിൽ മീൻ കയറ്റിക്കൂടെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ്. ഞങ്ങളിങ്ങനെയാണ്, ഞങ്ങളെ രീതികൾ ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ പോണ സമയത്തോ തലേ ദിവസം രാത്രിയോ ഞങ്ങൾ മീനോ മുട്ടയോ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം എന്നൊരു കാര്യം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് അതോടെ അതവിടെ തീർന്നു. അതുമല്ല നമ്മളിങ്ങനെ ഓരോന്നിലൊക്കെ കണ്ടിട്ടുമുണ്ട്, നമ്മൾ മീനോ എന്നുവെച്ചാൽ മത്സ്യ മാംസാദികൾ കഴിച്ചാൽ 2 മണിക്കൂറിന് ശേഷം നമുക്ക് അമ്പലത്തിൽ പോവാം. അതുപോലെ തന്നെ എന്ത് കാര്യമായിരുന്നാലും 3 മണിക്കൂറിന് ശേഷം അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതെല്ലാം അങ്ങ് മാറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്പലത്തിൽ പോകാനായിട്ട് പറ്റും. അങ്ങനെ പക്ഷേ അത് അമ്പലത്തിൽ പോകും. അങ്ങനെ ഞങ്ങൾ നേരെ ഷാപ്പിൽ വന്നു കേട്ടോ. 11:30 ആയുള്ളൂ. 11:30 നമ്മൾ ഷാപ്പിൽ എത്തിയപ്പോൾ 11:45. കാരണം ആറ്റുകാൽ അമ്പലത്തിൽ നിന്ന് പിന്നെ നമുക്ക് പുഞ്ചക്കറിയിലോട്ട് വരാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഒരു 10 മിനിറ്റത്തെ യാത്ര എന്തോ ഉണ്ടായിരുന്നുള്ളെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലുണ്ട് തലവേദന. എനിക്കാണെങ്കിൽ മുന്നേ ഇങ്ങനെയുള്ള ഒരു സുഖേടും ഇല്ലായിരുന്നു. ഇപ്പോൾ വെയിലുള്ള കുറച്ച് അലച്ചിൽ വരുമ്പോഴത്തേക്ക് അപ്പം തല ഇങ്ങനെ കുത്തി ഉളയ്ക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ ഞങ്ങൾ വന്നിരുന്നിട്ട് ഞാനും കേശുവും പിന്നെ എവിടെ പോയാലും നമുക്ക് ബെറോട്ട തന്നെ, അതിനപ്പുറം വേറൊരു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ബെറോട്ടയും താറാവ് കറിയും വാങ്ങിച്ചു. ചേട്ടനാണെങ്കിൽ അപ്പവും ചൂരക്കറിയും. എനിക്കിങ്ങനെയൊക്കെ പോയാലും നമ്മൾ പിന്നെ ചൂരക്കറിയൊക്കെ കഴിക്കണേ എന്തിനാണ്, അതെന്നും വീട്ടിൽ കഴിക്കുകയല്ലേ, മിക്കവാറും എല്ലാ ദിവസവും മീൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി ആയിട്ടുമല്ല കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ താറാവും വാങ്ങിച്ചു, ഒരു പ്ലേറ്റ് താറാവും വാങ്ങിച്ച് 4 ബെറോട്ടയും വാങ്ങിച്ച്. 2 ബെറോട്ട എനിക്ക്, 2 ബെറോട്ട കേശുവിന്, ചേട്ടനാണെങ്കിൽ 3 അപ്പവും.
അങ്ങനെ കേശുക്കുട്ട അവിടെ നിന്നെന്ന് പറയുമ്പോൾ നടക്കുന്നത് ഒരു കുഞ്ഞു പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അമ്മ പൂച്ചയുടെ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ ചെന്ന് എത്തി നോക്കി ചേട്ടൻ്റെ നിന്ന് വഴക്ക് കിട്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും താറാവ് വന്ന്, ചൂരക്കറിയും വന്ന്, ബെറോട്ട വന്ന്, അപ്പം വന്നില്ല, അപ്പോൾ ഇനിയേ വരുള്ളൂ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ താറാവ് കറി. ഞാനിതുപോലെ ഷാപ്പിൽ പോയപ്പോൾ തന്നെ താറാവ് കറി ആദ്യമായിട്ട് കഴിക്കണത്. പിന്നെ എന്തോന്നങ്ങ് അതിൻ്റെ അങ്ങ് ഫാനായി. ചേട്ടന് ഈ പറയും പോലെ താറാവൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ എനിക്കിനി ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പോർക്ക് കഴിച്ചു നോക്കണമെന്നുള്ളത്. അതുപോലെ മുയലിറച്ചിയും കൂടിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോർക്ക് ഭയങ്കര സോഫ്റ്റാണെന്നും ഭയങ്കര ടേസ്റ്റാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പോർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഈ മനുഷ്യൻ എനിക്ക് അറിഞ്ഞൂടെ വാങ്ങിക്കാനായിട്ട് സമ്മതിക്കണില്ല. ഞാൻ ഇപ്പോഴും പറഞ്ഞു എനിക്ക് പോർക്ക് വേണമെന്ന്, അപ്പോഴും പോർക്ക് വാങ്ങിക്കാനായിട്ട് സമ്മതിച്ചില്ല. പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എവളെന്താ ഇടത്ത് കൈ കൊണ്ട് കഴിക്കണമെന്ന്. എവള് മാത്രമല്ല, അതോ ആ കുച്ചാപ്പിയും. ഇത് ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നതായിട്ട് തോന്നണത്. അപ്പം ഞാൻ ഇനി അതിനെ മാറ്റി വലത് കൈയാക്കി കാണിച്ചു തരാമേ. ഇതാ കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് കഴിച്ചത്. പക്ഷെ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോഴേക്കും അതിങ്ങനെ മാറി വരുമല്ലോ. അപ്പം ഞാൻ ചില സമയത്ത് അതിനെ ഇങ്ങനെ അത് മാറ്റാനായിട്ട് മറന്നു പോകും കേട്ടോ. ഓപ്ഷൻ മാറ്റാനായിട്ട് മറന്നു നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തെ. അപ്പോഴിങ്ങനെ ആരെങ്കിലും എന്ത് ഇടത് കൈ കൊണ്ട് കഴിക്കണമെന്ന് ചോദിക്കുമ്പോഴാണ് അയ്യോ അതെന്ത് ഇടത് കൈ കൊണ്ട്, പിന്നെയാണ് അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ എന്ന് ഓർമ്മ വരണത്. അങ്ങനെ ദാ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പവും ചൂരക്കറിയും, വേറെ ജോലിയില്ലല്ലോ എന്നാണ് എനിക്ക് മനസ്സിൽ തോന്നിയത്. കാരണം മിക്കവാറും വീട്ടിലപ്പമാണ്. വീട്ടിലപ്പം ഉണ്ടാക്കുമ്പോൾ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ വന്ന് അപ്പം വാങ്ങിച്ച് കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ഇതാ കണ്ടില്ലേ ഇതാണ് അപ്പമെന്ന്. എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പിന്നെ മറ്റേത് നമ്മളെ വീട്ടിലുണ്ടാക്കണം അപ്പം, ഇത് കടയിലുണ്ടാക്കണം അപ്പം, അത്രയേ ഉള്ളൂ. എന്നാലും ഭയങ്കര പുകഴത്തിലാണ് വെളിയിൽ നിന്ന് കഴിക്കുമ്പോഴേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് കേശു അവിടെ ഒരു പൂച്ചക്കുട്ടീനെ വിളികെട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി നോക്കിയപ്പോഴുണ്ട് അയ്യോ ഒരു കണ്ണുപോലും തുറന്നില്ല കേട്ടാ, ഒരു കുഞ്ഞൻ പൂച്ചക്കുട്ടി അവിടെ കിടപ്പുണ്ട്. അങ്ങനെ കേശു കുറച്ച് സമയം അവിടെ അതിനെ നോക്കി നിന്നിട്ട് അതിനെ കൂടെ കൂട്ടിയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നു കേശുവിന്. അത് നമ്മൾ അപ്പോഴേ തച്ചുടച്ച ആലോചനയെല്ലാം. അത് കഴിഞ്ഞിട്ട് കേശു പറയാണ് നമുക്ക് അവിടെ പോയി ഫോട്ടോഷൂട്ട് എടുത്തിട്ട് പോവാച്ചാന്ന്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും അങ്ങോട്ട് പോകാറുണ്ടല്ലോ കിരീടം പാലത്തിലോട്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 11:45 അവിടെ വന്നത് തന്നെ. ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക്, 12 4 12:30 ആയപ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ അവിടുത്തെ റോഡ് അടിപൊളി റോഡാണ് കേട്ടോ. ഇങ്ങനെ കുണ്ടും കുഴിയുമാണ്. ഒന്നാമത് റോഡിന് വീതിയുമില്ല, പക്ഷെ അവിടുത്തെ വ്യൂ ഉണ്ടല്ലോ അത് പറയാതിരിക്കാൻ പറ്റില്ല. മിക്ക സീരിയലുകളും ഇപ്പോൾ ഷൂട്ടിങ് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ ചെമ്പനീർ പൂവൊക്കെ ഇവിടെ വെച്ചാണ് കേട്ടോ ഷൂട്ടിങ്. ചെമ്പനീർ പൂവിൽ അവരുടെ മുത്തശ്ശേരി വീടൊക്കെ കാണിക്കണില്ലേ, അതൊക്കെ ഈ ഭാഗമാണ്. അങ്ങനെ നമ്മൾ അതുവഴി കേശുവിൻ്റെ ആവശ്യപ്രകാരം നമ്മൾ ഫോട്ടോഷൂട്ട് എടുക്കാം എന്നുള്ള തീരുമാനത്തിൽ, ഫോട്ടോഷൂട്ടൊന്നുമല്ല കേശുവിനെ അവിടുത്തെ ആ മരത്തിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കണം, അതൊക്കെയായിരുന്നു കേശുവിൻ്റെ ആവശ്യം. അങ്ങനെ പോണ പോക്കിന് പിന്നെ നല്ല രസമല്ലേ. സത്യം പറഞ്ഞാൽ നല്ല പച്ചപ്പും ഹരിതാഭയും ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ വരണം. കേശുക്കുട്ടന് ഭയങ്കര ഒരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര കൂവി വിളിക്കുകയൊക്കെ ചെയ്യുകയാണ് കാരണത്തിരുന്നേ. അവന് സന്തോഷം വന്ന് അവനത് പ്രകടിപ്പിക്കണം, അല്ലാതെ ഒളിച്ചു വയ്ക്കാനെന്ന് കേശുവിന് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അതുമല്ല നെല്ലെല്ലാം ഇങ്ങനെ കതിരായിട്ട് കിടക്കുകയായിരുന്നേ. അപ്പോൾ അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇനി എനിക്ക് അറിഞ്ഞുകൂടെ നല്ല രീതിയിൽ നെൽകൃഷി ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ. പിന്നെ നമ്മൾ ഈ പാടശേഖരം അങ്ങനത്തെയൊക്കെ എഴുത്തൊക്കെ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഇവിടെ വരുമ്പോഴാണ്. പിന്നെ ഇത് എനിക്ക് ഇവിടെ നിർത്തിയിട്ട് ഇതുവഴി ഒന്ന് നടക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് അവിടെ നിന്ന് നമ്മൾ ഉടക്കി വന്നതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ കേശുക്കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞു കേശുക്കുട്ടി അവിടെ നിർത്തിയിട്ട് അതുവഴി നടന്നെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞുകൊണ്ട് അത് ഒരു ബണ്ട് റോഡാണ്. എന്ത് കുന്തമാണെങ്കിലും നമുക്കിതൊക്കെ ഭയങ്കര ഒരു കാഴ്ചയാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴും ചേട്ടൻ പറയുന്നുണ്ട് ഇത് കണ്ട് നിൻ്റെ സബ്സ്ക്രൈബർ ഇങ്ങനെ അയ്യോ ഇവർക്ക് വേറെ ജോലി ഇല്ലേന്നായിരിക്കും ഇത് കാണുമ്പോൾ ചോദിക്കണമെന്ന്. കാരണം മിക്കവാറും ഇവിടെ വരുമ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തിടാറുണ്ടല്ലോ. എന്നാലും ചിലപ്പോൾ ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത്രയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് നമ്മളെ സ്ഥലത്ത് വേറെ ഇല്ല. നമ്മളെ സ്ഥലം ഇതുപോലെ ആയിരുന്നെന്ന് ഞാൻ ഇപ്പോൾ കേശുവിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ അവിടെ തമ്പുരാനടയിലോട്ട് ഇറങ്ങിയാൽ അവിടെ ഫുൾ വയലാണ്. ഇപ്പം ഇൻഫോസിസും UST ഗ്ലോബലൊക്കെ ഇരിക്കുന്നത് ഫുൾ വയലായിരുന്ന വയൽ. നമ്മൾ ആ വരമ്പിൽ കൂടെ ആയിരുന്നു സ്കൂളിൽ പോണത്. അന്നൊക്കെ ബൈപ്പാസ് ഞാനൊരു 3ാം ക്ലാസ്സിലൊക്കെ 4ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോഴാണ് ബൈപ്പാസിന് റോഡ് വെട്ടിത്തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോഴൊന്നും നമ്മൾ ബൈപ്പാസ് വഴി അങ്ങനെ പോവില്ല സ്കൂളിൽ, നേരെ വയൽ വഴിയാണ് പോണത്. നമുക്കതൊക്കെ എന്തോ ഇപ്പോൾ
ഇതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയവർക്കല്ലേ ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഇത് തോന്നുള്ളൂ. അങ്ങനെ നല്ല വെയിലായിരുന്നു കേട്ടോ വന്നപ്പോൾ. നമ്മൾ വന്ന സമയത്ത് എന്തോ കുറച്ചൊന്ന് വെയിൽ മങ്ങി. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ അവർ ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങൾ ഒരു എന്താ പറയുക, ഒരു പാർക്ക് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അവിടെ വന്ന് ഇരുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരെ അങ്ങ് അക്കേഷ്യ മരത്തിൻ്റെ അങ്ങൊക്കെ പോകുമല്ലോ. പിന്നെ ഞാൻ കിരീടം പാലവും അതിൻ്റെ സ്റ്റോറിയൊന്നും പറയണില്ല. കേട്ട് ഈ പറഞ്ഞതുപോലെ പറഞ്ഞ് ഞാനും കേട്ട് നിങ്ങളും തഴമ്പിച്ച കാര്യങ്ങളാണ്. പിന്നെ ഈ ചുരിദാർ ഞാൻ ഇടാൻ മടിക്കണം എന്തെന്നറിയാമോ കേശുക്കുട്ട, അതിലിങ്ങനെ ഒരു കെട്ടുണ്ട്. ആ വള്ളി പിടിച്ച് എപ്പോഴും അവൻ പിടിച്ചങ്ങ് വലിക്കണതോട് അതങ്ങ് അഴിയും. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ പാടാണ്. ചില സമയത്ത് പെട്ടെന്ന് അങ്ങ് അഴിഞ്ഞു പോയാലും ബുദ്ധിമുട്ടല്ലേ. അത് പേടിച്ചിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് അധികം ഇടാത്തത് കേട്ടോ. ഇപ്പോഴും അങ്ങനെ അവിടെ ചെന്ന് ഇരുന്നുടനെ അവൻ അതിൽ പിടിച്ച് വലിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കേശു എന്നോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ അതിൽ കല്ലെറിഞ്ഞോട്ടാന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ വേണ്ട എന്നൊക്കെ. എന്തിനല്ലേ പിള്ളേരെ വേണ്ടാന്ന് പറയണത്? നമ്മളിതൊക്കെ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ട് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അവനും ആഗ്രഹമല്ലേ, ഒരു കല്ലെടുത്ത് അതിൽ എറിഞ്ഞെന്ന് പറഞ്ഞു വേറെ പ്രശ്നമില്ലല്ലോ. പക്ഷേ ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അങ്ങ് ആ പച്ചപ്പ് കാണുന്ന അങ്ങോട്ട് പോകരുത്, അവിടെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ചതുപ്പായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നിട്ട് നീ എത്ര കല്ല് വേണോ പറക്കി എറിഞ്ഞോ എന്ന് പറഞ്ഞു. അങ്ങനെ കേശു കുറേ കല്ലൊക്കെ പറക്കി എറിഞ്ഞിട്ട്, അമ്മ നമ്മൾ വന്നിട്ട് താറാവിനെ കണ്ടില്ലല്ലോ എന്നാണ് കേശു പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ വരുമ്പോൾ ആ വെള്ളം നിറയെ താറാവിൻ്റെ കൂട്ടമായിരിക്കും. അങ്ങനെ നമ്മൾ തിരിച്ചു പോയ സമയത്ത് അവിടെ കുറച്ച് താറാവിൻ്റെ കൂട്ടമുണ്ട്. പക്ഷെ നമുക്ക് നന്നായിട്ട് വീഡിയോയിൽ കിട്ടിയില്ല. നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അതിനെ എടുക്കാനായിട്ട് പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ വണ്ടി അവിടെ നിർത്തിയിട്ട് ഇറങ്ങണം, അത് ബുദ്ധിമുട്ടല്ലേ. ഈ പറയും പോലെ സ്കൂട്ടർ ആണെങ്കിൽ നമുക്ക് തോന്നുന്ന സ്ഥലത്ത് നിർത്താം, ഇറങ്ങാം, എല്ലാം ചെയ്യാം. കാറാകുമ്പോൾ കുറേ പരിമിതികളുണ്ടല്ലോ. അപ്പോൾ ഈ താറാവിൻ്റെ കൂട്ടമൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്മ പറയും കേട്ടാ, അമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടും ഇതുപോലെ വയലായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ താറാവ് കൂട്ടം കൊണ്ടുവന്നിട്ട് ഇവരടുത്ത് സ്ഥലം ചോദിക്കുമെന്ന്. എന്നിട്ട് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ സൈഡിലൊക്കെ ഇങ്ങനെ താറാവിനെ അവർ രാത്രിയൊക്കെ ഇട്ടേക്കുമെന്നത്. പോണിടത്തോളം ഇന്ന് നടന്ന് പോണ വഴിയിലൊക്കെ മുട്ടയിട്ട് പോകുമെന്ന് അമ്മ പറയും. രാത്രി ആയാൽ കിടന്ന് ഉറങ്ങാൻ പറ്റൂല, ഇതെല്ലാം കൂടെ കിടന്ന കലപില ഭയങ്കര ബഹളമാണെന്ന്. പിന്നെ ഇതാ കണ്ടില്ലേ, വരണ വഴിക്ക് കുറച്ച് താറാവിൻ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറയണത് അതിൻ്റെ അപ്പുറം അനുഭവിച്ചവരായിരിക്കും, ആസ്വദിച്ചവരാണ് നമ്മൾ അച്ഛനും അമ്മയും ഒക്കെ. പക്ഷേ ഇപ്പം നമ്മളെ മക്കളെ പറയുമ്പം അതിൽ ഏകദേശം നമ്മൾക്കും അറിയാമല്ലോ ഞാൻ എന്തൊക്കെ പറയണം. അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ കേശുവിൻ്റെ ബഹളം ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാമേ. ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു കേട്ടോ. എൻ്റെ നിന്ന് വഴക്ക് കിട്ടിയിട്ടാണ് ആ ഓളയും കുറച്ചത്. എന്നാലും സാരമില്ല, അവൻ്റെ ആഗ്രഹമില്ല, അവർക്ക് ആസ്വദിക്കട്ടെ. ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങണത് വരെ നീ കയ്യും തലയും പുറത്തിട്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കയ്യും തലയും നേരെ എടുത്ത് അകത്തിട്ടോണം. അവിടെ പിന്നെ വണ്ടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചിനി നേരെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണമല്ലോ. അപ്പോൾ പിന്നെ പോണ വഴിക്ക് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ടോപ്പായിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ, നമുക്കിപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ടോപ്പ് ഫാൻ എന്നും പറഞ്ഞൊക്കെ വരുമല്ലോ, അതുപോലെ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എനിക്ക് കമൻറ്റ് ചെയ്യണ ഒരു സബ്സ്ക്രൈബറുണ്ട്. FBയിലായിരുന്നാലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ യൂട്യൂബിലായാലും അങ്ങനെ തന്നെ. കുമാരി പ്രീതി എന്നാണ് അതിൽ പേര് വരണത്. അപ്പോൾ പുള്ളിക്കാരത്തിയുടെ പേര് അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവരുടെ കട ഇവിടെ മണക്കാടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ വരുമ്പോഴേക്ക് എൻ്റെ കടയിൽ വരണേന്ന് പറഞ്ഞ് കൊലക്കടയുടെ അടുത്തുള്ള ബേക്കറി ആണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അയച്ച കമൻറ്റിൽ കടയുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുത്തിയിരുന്ന് കടയുടെ പേര് നോക്കിയിട്ട് കടയുടെ പേര് കണ്ടില്ല കേട്ടോ. കടയുടെ പേര് കണ്ടില്ലെന്നല്ല, ആ കമൻറ്റ് കണ്ടില്ല. അങ്ങനെ പിന്നെ കുറേ നോക്കിയിട്ട് കുറേ മുന്നേ അയച്ച കമൻറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ആ കൊലക്കടയുടെ അടുത്തൊക്കെ കുറേ കറങ്ങി നോക്കി കേട്ടോ. എന്നിട്ട് ഞാൻ രാവിലെ കമൻറ്റ് ചെയ്തിരുന്നു, നമുക്ക് ഈ നമ്പറും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരെയാണെന്ന്. പക്ഷേ പുള്ളിക്കാരത്തി കമൻറ്റ് കണ്ടതുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറേ കറങ്ങി മണക്കാട് ജംഗ്ഷനിലും. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് ഈ ഒരു കൊലക്കടയേ ഉള്ളൂ. ഞങ്ങൾ ആ കൊലക്കടയുടെ ഫ്രണ്ടിലൊക്കെ കുറേ നോക്കിയിട്ടും കട കണ്ടില്ല. അങ്ങനെ എന്ത് ചെയ്ത്, കേശുവിനാണെങ്കിൽ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞ അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവന്നത്. അവിടെ കറങ്ങി ഇവിടെ കറങ്ങി കുറേ സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടും പിന്നെ നമ്മൾക്ക് ചോദിക്കാനായിട്ടും ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടല്ലോ. ഈ ഒരു പേര് മാത്രം അറിയാം. ആ പേരും അതിൽ ഇപ്പോൾ FBയിലേക്കുള്ള ആ പ്രൊഫൈൽ ID-യിലുള്ള പേരാണോ ഒറിജിനൽ പേര് എന്നും അറിയാൻ പാടില്ല. അങ്ങനെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നമ്മൾ അവിടെ കിടന്ന് കുറേ ഇതാണ് കൊലക്കട. അപ്പോൾ ഇതിനടുത്തിരിക്കുന്ന ബേക്കറി എന്നാണ് പറഞ്ഞത്. നമ്മൾ കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ കിടന്ന് കറങ്ങിയിട്ടും അത് മാത്രം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നല്ല, നമുക്കതിൻ്റെ പേരറിഞ്ഞൂടാ, പേരെങ്കിലും അറിയട്ടെ.
അങ്ങനെ പിന്നെ നമ്മൾ അലഞ്ഞലഞ്ഞ് കുറേ നോക്കിയിട്ട് തിരിച്ച് വീട്ടിലെത്തി. വളഞ്ഞ വീട്ടിലെ വഴിയിലോട്ട് കയറിയതും അവരുടെ കമ്മല് തിരിച്ചു വന്നു കേട്ടോ, കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്നടുത്താണെന്നൊക്കെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഇങ്ങെത്തിയില്ലേ, പിന്നെ ഇനി അങ്ങ് തിരിച്ചു പോകണ്ടേ. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോഴേക്ക് അവിടെ ഒന്ന് കയറണം. ഞാൻ ആ കടയുടെ പേരൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളല്ലേ, അപ്പോൾ അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല, ഇനി വരുമ്പോൾ വരാം. അത് കഴിഞ്ഞ് വീട്ടിലെത്തി കുറേ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ച് നല്ല വെയിലുണ്ടല്ലോ, അങ്ങനെ വന്നിട്ട് കിടന്ന് ഓരോ ഉറക്കം ഉറങ്ങി കേട്ടോ. ഞാനീ പറയും പോലെ നല്ല ഉറക്കച്ചടവുണ്ട് നമുക്ക്. അപ്പോൾ നല്ല വെയിലൊക്കെ കൊണ്ടതുകൊണ്ട് ഒരു സ്കിൻ കെയർ ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതെന്താണെന്ന് അറിയാമോ അവിടെ കിടക്കുന്നത്, മറ്റേ വേസ്റ്റ് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള അത് നിറഞ്ഞ് അതിന് മാറ്റി വയ്ക്കണം. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് മിക്സിയിൽ അടിച്ചിട്ട്, ഉരുളക്കിഴങ്ങ് മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതാണെങ്കിൽ മുഖത്തും കഴുത്തിലും എല്ലാം. എൻ്റെ കഴുത്താണെങ്കിൽ നല്ല ഡാർക്കാണ് കേട്ടോ, കുറേ റെമഡിയൊക്കെ നോക്കിയതാണ്, ഒരു ഉപയോഗവും ഇല്ല. പിന്നെ ഈ കോട്ടർക്കോണം മാങ്ങ കിട്ടിയായിരുന്നു, അപ്പോൾ നമ്മൾ കടയിൽ കൊണ്ടുവന്നതാണ് കേട്ടോ. 1 കിലോയ്ക്ക് 200 രൂപയേ ഉള്ളൂ. ഹൈപ്പർ മാർക്കറ്റിലാണെങ്കിൽ 1 കിലോയ്ക്ക് 360 രൂപ. അങ്ങനെ കോട്ടർക്കോണം മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് കുറേ സമയം കഴിഞ്ഞത്. ഇപ്പോൾ രാത്രിയായി, കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാനായിട്ട്, അത് സിങ്കിൽ കിടക്കുകയാണ്, അത് കഴുകി വെക്കണം. അപ്പോൾ അച്ഛനും മോനും വൈകുന്നേരം ഒരു ചായ കുടിച്ചതാണ്, രാത്രി ആയപ്പോഴത്തേക്ക് അച്ഛന് ചായ വേണം. അത് കേട്ടപ്പോൾ മോനും ചായ വേണം. മോനാണെന്നുണ്ടെങ്കിൽ അവന് ഈ പാലൊഴിച്ച് ചായ കുടിക്കില്ല, അവന് കട്ടനാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെ അമ്മ എനിക്കും കട്ടൻ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ കടുപ്പം കുറച്ച് മധുരം കൂട്ടി ഒരു ചായ കുച്ചാപ്പിക്കും. അതുപോലെ തന്നെ ഈ കുച്ചാപ്പിന്ന് ഞാനിങ്ങനെ സ്നേഹം കൊണ്ട് വിളിക്കേണ്ടതാണ്, അല്ലാതെ കേശുവിൻ്റെ പേര്, വീട്ടിലെ പേര് കേശു എന്നാണ്, ഒറിജിനൽ പേര് ഗോവിന്ദെന്നുമാണ്. അങ്ങനെ മോനായിട്ട് കുറച്ച് കട്ടൻ ചായയും ചേട്ടനായിട്ട് കുറച്ച് പാലൊഴിച്ച പാൽ ചായയും നല്ല ഇഞ്ചി ചായയാണ് ഇട്ടത്, അതും കൂടെ ഉണ്ടാക്കി ഇനി അവർക്ക് ആ ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ ചായ ആദ്യം കേശൂര് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് മാത്രം ചായ തന്നില്ല, എന്നെ ഇഷ്ടമല്ല. ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്യിക്കൊണ്ട് കേട്ടോ, എന്നെ ഇഷ്ടമല്ലല്ലേ, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ, ഇതൊക്കെയാണ് പറച്ചിൽ. അങ്ങനെ അത് രണ്ടൊക്കെ. അതുമല്ല ഇപ്പം കേശുവിനൊരു തോന്നല് കേട്ടോ, എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഈ ചെറിയ പ്രായത്തിൽ അവൻ്റെ മനസ്സിൽ അത് വന്നതെന്ന്. എന്നോട് ചോദിക്കും, അമ്മ ഞാൻ കറുത്തതാണ്, എന്നെ പിള്ളേർ കളിയാക്കും. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് ആര് കളിയാക്കണത്, അവ സ്വയമേ പറയേണ്ടതാണ്, ആരും കളിയാക്കാനില്ല എന്നെ. ഞാൻ എന്ത് കറുത്തിരിക്കണത്, എനിക്കിഷ്ടമല്ല കറുപ്പ്. ഞാൻ പറയും മോൻ കറുത്തിരിക്കണത് എന്തെന്ന് വെച്ചാൽ മോൻ്റെ അച്ഛനും അമ്മയും കറുപ്പല്ലേ, അതുകൊണ്ടാണ് മോനും കറുത്തിരിക്കണത് എന്നൊക്കെ പറഞ്ഞാണ് സമാധാനിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയും കുറച്ചും കൂടെ കഴിയട്ടെ, ഇപ്പം മോന് 5 വയസ്സാവണതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കും കേട്ടോ. കൂടെ ഇങ്ങനെ പറയാണ്ട് ഞാൻ പറയാം, പണ്ട് നിൻ്റെ അച്ഛൻ എങ്ങനെയാണ് ഇരുന്നതെന്ന് അറിയാമോ, ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയാണ് ഇരുന്നത്, കാണാൻ വകയ്ക്ക് കൊള്ളൂലായിരുന്നു. അമ്മയുടെ പഴയ ഫോട്ടോ കണ്ടിട്ടുണ്ട്, അമ്മ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങി, എന്താ പറയാനായിട്ട് ഇങ്ങനെ പൊക്കം മാത്രമുണ്ട്, ഒരു വകയ്ക്ക് കൊള്ളൂലായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വണ്ണമെങ്കിലും വെച്ച് വന്നത്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒന്ന് വണ്ണം വെക്കണമെന്നുള്ളത്. എൻഗേജ്മെൻറ്റിനൊക്കെ ദൈവമേ, എനിക്ക് എൻഗേജ്മെൻറ്റ് ഫോട്ടോ എപ്പോഴും കാണാൻ നാണക്കേടാണ്. ഇങ്ങനെ ഉണങ്ങി ഒരു കമ്പ് പോലെ, ഒരു വര പോലെ ആയിരുന്നു ഇരുന്നത്. പിന്നെയാണ് അങ്ങോട്ട് വണ്ണം വെക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ. ഞാനീ പറഞ്ഞതുപോലെ അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കുറച്ചൊന്ന് വണ്ണം വെക്കണം. സാരിയൊക്കെ ഉടുക്കാൻ ഭയങ്കര കൊതിയാണേ ആ സമയത്തൊക്കെ. പക്ഷെ സാരി ഉടുത്താൽ എൻ്റെ ദൈവമേ, ദൈവം പോലും സഹിക്കൂല, ആ രീതിയിലായിരുന്നു. ഇങ്ങനെ നമ്മൾ ഈ കമ്പിൽ സാരി ചുറ്റിയെന്നൊക്കെ പറയുമല്ലോ, അതേ അവസ്ഥയായിരുന്നു. അപ്പോൾ അതാ കേശുക്കുട്ടന് വേണ്ടി കൊച്ചു ഗ്ലാസ്സിൽ, മോൻ്റെ കുഞ്ഞിലേയുള്ള ഗ്ലാസ്സാണ് കേട്ടോ അത്, അതിൽ മോന് കട്ടനും എടുത്തിട്ടുണ്ട്, വലിയ ഗ്ലാസ്സിൽ ചേട്ടന് ചായയും എടുത്ത്. ചേട്ടനാണെങ്കിൽ നല്ല കടുപ്പം വേണം. അപ്പം ഞാൻ എത്ര കടുപ്പിട്ടാൽ എനിക്ക് കടുപ്പമില്ലാത്ത പോലെ തോന്നും. അങ്ങനെ നല്ല കടുപ്പത്തിലൊരു സ്ട്രോങ് ഇഞ്ചി ചായ. ചേട്ടനും ആൾക്ക് പഞ്ചസാര വേണമെന്നൊന്നുമില്ലേ, പക്ഷെ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് പഞ്ചസാരയും കൂടിയൊക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൊടുത്തിട്ട് വേണം ആ കിടക്കുന്ന പാത്രങ്ങളൊന്ന് കഴുകി പറക്കി വെക്കാനായിട്ട്. അങ്ങനെ രണ്ടാൾക്കുള്ള ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇനി അവിടെ ഒന്ന് ഒതുക്കണമല്ലോ, ഗ്യാസിൻ്റെ പിറവും അവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ബാക്കി പാത്രങ്ങളും കൂടെ കഴുകി വെച്ചിരുന്നാലും ജോലി അങ്ങ് തീർന്ന്. കേശൂരാണെങ്കിൽ ഇപ്പോൾ ഒരു ആഗ്രഹം കേട്ടോ, സ്കൂളിൽ പോകണം, അമ്മ എനിക്ക് ഹോംവർക്ക് വല്ലതും ഉണ്ടാകുന്നൊക്കെ ചോദിക്കുകയാണെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മോന് നന്നായിട്ട് സ്കൂളിൽ മിസ് ചെയ്യണുണ്ടെന്നേ. സമയവും പോണില്ല. അങ്ങനെ ഞാനിപ്പോൾ എന്തെന്നറിയാമോ, ചെറിയ ചെറിയ ജോലികൾ, ഞാൻ ചെയ്യേണ്ട ജോലികളിൽ കേശൂരെ കൂടെ ഉൾപ്പെടുത്തും. അപ്പോൾ കുറച്ചൊക്കെ പ്രത്യേകിച്ച് വലിയവർ ചെയ്യണ ജോലി ചെയ്യാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെയാണ് സമയം ഒത്തിരിയൊക്കെ കൊണ്ടുപോണത്.
അങ്ങനെ ആ പാത്രങ്ങൾ അല്ല ഒരു ജാമ്പയ്ക്ക് അന്ന് അമ്മ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ജാമ്പയ്ക്ക് ഇവിടെ തിന്നിപ്പോൾ ഏകദേശമൊക്കെ ആയി. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരുമാതിരി ആവുമല്ലോ. അപ്പോൾ ഞാൻ ഇനി ഒരു 4-5 എണ്ണമൊക്കെ ഉള്ളൂ ജാമ്പയ്ക്ക്. അപ്പോൾ അതിനെ അങ്ങ് മാറ്റിയിട്ട് ആ കുപ്പിയടക്കം എല്ലാം കഴുകി വെക്കണം. പിന്നെ ഈ വേസ്റ്റ് കണ്ടില്ലേ, വേസ്റ്റ് കൊടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതെല്ലാം മാറ്റി അതുകൊണ്ട് അവിടെ പിന്നെ വേറൊരു കാര്യമുള്ളത് മെനങ്ങാന്ന് വേസ്റ്റ് കൊടുക്കേണ്ട ദിവസമായിരുന്നു കേട്ടോ. ഞാനതങ്ങ് മറന്നുപോയി. അപ്പോൾ അന്നോട്ടുള്ള വേസ്റ്റ് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇന്നത്തെ വേസ്റ്റും എല്ലാം കൂടെ ഇനി എടുത്ത് അവിടെ കൊണ്ടിടണം. എവിടെ ഗേറ്റിൽ കൊണ്ട് വേസ്റ്റുകാരനെ ഇട്ടും കൂടെയൊക്കെ കഴിഞ്ഞാൽ കുറേ ജോലികളങ്ങ് തീരുതാ. ഇത് മെനങ്ങാന്നത്തെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ ആ പാത്രത്തിൽ ഇരിക്കണതേ കണവ കട്ട് ചെയ്തില്ലേ, അതിൻ്റെ വേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ അതും അങ്ങ് തീർന്നു. അങ്ങനെ ഞാൻ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ട് കവറിൽ കെട്ടി അവിടെ കൊണ്ടിട്ട് കേട്ടോ. ബാക്കി ഇനി ഇതിൽ പുതിയ കവർ എടുത്ത് വെക്കണമല്ലോ. അപ്പോൾ തന്നെ കവർ എടുത്ത് വെക്കണം. എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു വേസ്റ്റുകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ അത് ഡയറക്റ്റായിട്ട് ഇട്ടാൽ പിന്നെ അത് മെനക്കേടാണ് ഒന്നാമത്തെ കാര്യം. അപ്പോഴേക്ക് ചേട്ടാ അവിടെ വന്നതെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയണുണ്ട്. ഈ പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ശ്രദ്ധിക്കൂല. ഞാനൊരു 100 കാര്യം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നത് ഭയങ്കര ബോറടി ആയിട്ടുള്ള കാര്യമല്ലേ. ഞാനപ്പോൾ ഓരോ കാര്യങ്ങൾ പറയും, എല്ലാം മൂളി കേൾക്കും. കുറേ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുമ്പോൾ പറയും, നീ അതെപ്പോൾ പറഞ്ഞെന്ന് ചോദിക്കും. അതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മനസ്സ് ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇനി കിടക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയുമ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുണ്ടല്ലോ, അതിനെ എടുത്ത് ഈ കണ്ണിൻ്റെ അടിയിലും ചുണ്ടിലും ഒന്ന് ഇട്ടേക്കുകയെ. കണ്ണിൻ്റെ അടി നല്ല കറുപ്പായി, നന്നായിട്ട് കറുപ്പായി. ഞാനിങ്ങനെ പാർലറിൽ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നന്നായിട്ട് ഉറങ്ങിയാൽ മതി, ഉറക്കത്തിൻ്റെ ഇതാണെന്ന്. ഇപ്പോൾ ഉറങ്ങാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ വൈറ്റമിൻ ഇ ഇടണത് നല്ലതാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് മാറാനായിട്ട്. എത്ര ദിവസത്തേക്കാണെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. കുറച്ച് ദിവസം ഇനി ഭയങ്കര കെയറിങ്ങൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.